ഹായ് ഫ്രണ്ട്സ്, കേരള PSC സിവിൽ എഞ്ചിനീയറിംഗ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ്റെ പാർട്ട് 4 വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. ലൊക്കേറ്റിംഗ് പോയിന്റ്സ് ആണ് ഗിവൺ കോണ്ടൂർ ഗ്രേഡിയൻറ്റ് ക്യാൻ ബി ഡൺ ബൈ. അപ്പോൾ നമ്മൾ കോണ്ടൂർ ഗ്രേഡിയൻസിൽ പോയിന്റ് ലൊക്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാണെന്ന് ഞാൻ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിന് അതായത് ഗ്രേഡിയൻറ്റ് സെറ്റ് ഔട്ട് ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഗട്ട് ട്രേസർ അല്ലെങ്കിൽ സൈലോൺ ഗട്ട് ട്രേസർ എന്നാണ് പറയുന്നത്. നമ്മൾ ഗ്രേഡിയൻസ് സെറ്റ് ഔട്ട് ചെയ്യാനും അതുപോലെ ഒരു സ്ലോപ്പ് മെഷർ ചെയ്യാനും ഒക്കെ വെരി യൂസ്ഫുൾ ആയിട്ടുള്ളൊരു ഇൻസ്ട്രുമെൻ്റ് ആണ് സൈലോൺ ഗട്ട് ട്രേസേഴ്സ്. അപ്പോൾ നമുക്ക് ബാക്കി സർവേയിൽ യൂസ് ചെയ്യുന്ന മൈനർ ഇൻസ്ട്രുമെൻറ്റ്സും കൂടെ ഒന്ന് കാണാം. ഓക്കെ, പ്ലാനിമീറ്റർ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഏത് ഷേപ്പിലുള്ള പ്ലാനിൻ്റെ ഏരിയ ആണെങ്കിലും വളരെ ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് പ്ലാനിമീറ്റർ. ദെൻ പെൻറ്റാഗ്രാഫ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മാപ്പ്, നമ്മുടെ കയ്യിലുള്ളൊരു മാപ്പ് അത് ഒന്നുകൂടെ റീപ്രൊഡ്യൂസ് ചെയ്യണമെങ്കിലും അല്ലെങ്കിൽ അത് എൻലാർജ് ചെയ്യാനോ റെഡ്യൂസ് ചെയ്യാനോ ഒക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇൻസ്ട്രുമെൻ്റ് ആണ് പെൻറ്റാഗ്രാഫ്. ഇത് വർക്ക് ചെയ്യുന്നത് സിമിലർ ട്രയാങ്കിൾസിൻ്റെ പ്രിൻസിപ്പിൾ യൂസ് ചെയ്തിട്ടാണ്. നെക്സ്റ്റ് ക്ലിനോമീറ്റർ. ഓക്കെ, ക്ലിനോമീറ്റർ തന്നെ നമ്മൾ വേരിയസ് ഫോംസ് അവൈലബിൾ ആണ്. അതിലൊന്നാണ് ഈ ഇമേജിൽ കാണിച്ചിരിക്കുന്നത് എബ്നി ലെവൽ അല്ലെങ്കിൽ എബ്നി ക്ലിനോമീറ്റർ എന്നാണ് പറയുന്നത്. നമ്മുടെ സ്ലോപ്പിൻ്റെ മെഷർമെൻറ്റിന് അല്ലെങ്കിൽ ക്രോസ് സെക്ഷൻസ് എടുക്കാൻ, അതുപോലെ കോണ്ടൂർസ് ട്രേസ് ചെയ്യാൻ, കോണ്ടൂർ ഗ്രേഡിയൻ്റ് സെറ്റ് ചെയ്യാം, അതുപോലെ റഫ് ലെവലിംഗ് ഓപ്പറേഷൻസിനും ഈ എബ്നി ക്ലിനോമീറ്റർ യൂസ് ചെയ്യാറുണ്ട്. അതൊരു ലോ പ്രിസിഷനുള്ളൊരു ലൈറ്റ് കോമ്പാക്ട് ഹാൻഡ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ഓക്കെ, നെക്സ്റ്റ് വേറൊരു ഫോമിലുള്ളൊരു ക്ലിനോമീറ്റർ ആണ് ഇന്ത്യൻ പാറ്റേൺ ക്ലിനോമീറ്റർ എന്നാണ് ഇതിൻ്റെ പേര്. നമ്മൾ 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസ് ഇൻ എലിവേഷൻ ഡിറ്റർമൈൻ ചെയ്യാനാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇത് പ്ലെയിൻ ടേബിളിൽ സ്പെഷ്യലി അഡോപ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, അടുത്തത് ഡി ലെസ്ലി ക്ലിനോമീറ്റർ. ഇതും ക്ലിനോമീറ്ററിൻ്റെ വേറൊരു ഫോമാണ്. നമ്മുടെ വെർട്ടിക്കൽ ആംഗിള് മെഷർ ചെയ്യാൻ, അതുപോലെ ഗ്രൗണ്ടിൻ്റെ സ്ലോപ്പ് ഡിറ്റർമൈൻ ചെയ്യാൻ, അതുപോലെ ഗ്രേഡിയൻസ് സെറ്റ് ഔട്ട് ചെയ്യാനും ഇത് യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഹാൻഡ് ലെവൽ. ഹാൻഡ് ലെവൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ റെക്കഗ്നൈസൻസ് സർവേ അല്ലെങ്കിൽ പ്രിലിമിനറി സർവേക്കൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ കോമ്പാക്ട് ഇൻസ്ട്രുമെൻ്റ് ആണ് ഹാൻഡ് ലെവൽ എന്ന് പറഞ്ഞാൽ. നമ്മുടെ ഗ്രൗണ്ടിലുള്ള കോണ്ടൂർസ് ലൊക്കേറ്റ് ചെയ്യുക, അതുപോലെ ഷോർട്ട് ക്രോസ് സെക്ഷൻ എടുക്കാനൊക്കെ ഹാൻഡ് ലെവൽ യൂസ് ചെയ്യാറുണ്ട്. നെക്സ്റ്റ് മൈനർ ഇൻസ്ട്രുമെൻ്റ് സെക്സ്റ്റൻ്റ്. ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ ആംഗിൾസ് മെഷർ ചെയ്യാനാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. ഒരു സിംഗിൾ ഒബ്സർവേഷനിൽ തന്നെ 2 ഡിഫറെൻറ്റ് ഒബ്ജക്ട്സിന് നമ്മൾ സൈമൾട്ടേനിയസ്ലി സൈറ്റ് ചെയ്ത് അത് തമ്മിലുള്ള ആംഗിൾസ് മെഷർ ചെയ്യാൻ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പം ഈ സെക്സ്റ്റൻ്റ് തന്നെ 3 ടൈപ്പ് ഉണ്ട്. അതിലൊന്നാണ് ബോക്സ് സെക്സ്റ്റൻ്റ്. ബോക്സ് സെക്സ്റ്റൻ്റ് നമ്മൾ വെർട്ടിക്കൽ ആംഗിളും ഹൊറിസോണ്ടൽ ആംഗിളും മെഷർ ചെയ്യാൻ, അതുപോലെ ചെയിൻ ആംഗിൾസ് മെഷർ ചെയ്യാൻ, അതുപോലെ ഇൻഅക്സസിബിൾ ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ ലൊക്കേറ്റ് ചെയ്യാനും നമ്മൾ യൂസ് ചെയ്യുന്നൊരു സ്മോൾ പോക്കറ്റ് ഇൻസ്ട്രുമെൻ്റ് ആണ് ബോക്സ് സെക്സ്റ്റൻ്റ്. ഇതിലെ വെർനിയർ 90 ഡിഗ്രി ആയിട്ട് സെറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കിത് ഒപ്റ്റിക്കൽ സ്ക്വയർ ആയിട്ടും യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ ഈ സെക്സ്റ്റൻ്റെ വേറൊരു ടൈപ്പാണ് നോട്ടിക്കൽ സെക്സ്റ്റൻ്റ്. അത് നാവിഗേഷൻ അതുപോലെ ആസ്ട്രോണമിക്കൽ പർപ്പസിനൊക്കെ സ്പെഷ്യലി ഡിസൈൻ ചെയ്തിട്ടുള്ളൊരു ലാർജ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ദെൻ ലാസ്റ്റ് ആയിട്ടുള്ളത് സൗണ്ടിങ് സെക്സ്റ്റൻ്റ് ആണ്. സൗണ്ടിങ് സെക്സ്റ്റൻ്റ് നോട്ടിക്കൽ സെക്സ്റ്റൻ്റായിട്ട് സിമിലർ വർക്കിംഗ് ആണ്. അത് പക്ഷേ നമ്മൾ ഹൈഡ്രോഗ്രാഫിക് സർവേയിൽ സ്മോൾ ബോട്ടിൽ നിന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ. ഓക്കെ, സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. When a column of water is standing against the face of an irrigation structure and if the structure happens to be one constructed on permeable foundation, then water starts moving under the foundation with a certain amount of pressure. This is called. ഓക്കെ, അപ്പോൾ നമ്മുടെ പെർമിയബിൾ ഫൗണ്ടേഷനിലുള്ള സ്ട്രക്ചർ ആണെങ്കിൽ അടിയിൽ കൂടെ വാട്ടർ പ്രഷറിൽ ഫ്ലോ ചെയ്യുന്ന പ്രോസസ്സാണ് ചോദിച്ചിരിക്കുന്നത്. അങ്ങനെ പറയുന്നത് പെർക്കുലേഷൻ എന്നാണ്. പെർക്കുലേഷനിലാണ് നമ്മൾ പെർമിയബിൾ ആയിട്ടുള്ളൊരു ഫൗണ്ടേഷനിൽ കൺസ്ട്രക്ട് ചെയ്യുന്ന ഒരു സ്ട്രക്ചറിൻ്റെ അടിയിൽ കൂടെ ഫോഴ്സ് ഓഫ് ഗ്രാവിറ്റിയുടെ ഇൻഫ്ലുവൻസിൽ അല്ലെങ്കിൽ പ്രഷർ ഹെഡിൽ വാട്ടർ ഫ്ലോ ചെയ്യുന്ന പ്രോസസ്സ് ആണ് പെർക്കുലേഷൻ എന്ന് പറയുന്നത്. ക്രീപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സെമി പെർമിയബിൾ ആയിട്ടുള്ള ഒരു ഫൗണ്ടേഷൻ്റെ ഭാഗത്താണ് നമ്മുടെ സ്ട്രക്ചർ നിൽക്കുന്നതെങ്കിൽ അതിൻ്റെ
അടിയിൽ കൂടെയോ അല്ലെങ്കിൽ ചുറ്റോ ഉള്ളൊരു വാട്ടറിൻ്റെ മൂവ്മെൻറ്റിനാണ് ക്രീപ്പ് ഓഫ് വാട്ടർ എന്ന് പറയുന്നത്. സ്കോർ നമ്മൾക്കറിയാം, ചാനലിലെ ബെഡിലോ ഒക്കെ ഫ്ലോയിങ് വാട്ടറൊക്കെ കൊണ്ട് മെറ്റീരിയൽ റിമൂവൽ നടക്കുന്നതിനാണ് നമ്മൾ സ്കോറിങ് എന്ന് പറയുന്നത്. ആൻഡ് അപ്ലിഫ്റ്റ് നമ്മൾ കണ്ടിട്ടുള്ളത് ഒരു അപ്ലിഫ്റ്റ് പ്രഷർ എന്നൊരു ടൈമിലാണ് നമ്മൾ അപ്ലിഫ്റ്റ് കണ്ടിട്ടുള്ളത്. അതായത് ഡാമിൻ്റെ ബേസ്മെൻറ്റിലൊക്കെ വാട്ടർ പെനിട്രേഷൻ കാരണം ഉണ്ടാകുന്നൊരു അപ്വേർഡ് വെർട്ടിക്കൽ പ്രഷറിനെയാണ് അപ്ലിഫ്റ്റ് പ്രഷർ എന്ന് പറയുന്നത്. തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. വൈറ്റ് ലെഡ് ഇൻ പെയിൻറ്റ് ആക്ട് ആസ് എ. ഓക്കെ, അപ്പോൾ ആ പെയിൻറ്റിൽ ആദ്യം എന്തൊക്കെ ഇൻഗ്രീഡിയൻ്റ് ആണുള്ളതെന്ന് നമുക്കൊന്ന് നോക്കാം. ബേസിക്കലി ഒരു ഓയിൽ പെയിൻറ്റിൽ 5 ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത്. ബേസ്, വെഹിക്കിൾ, ഡ്രയർ, തിന്നർ ആൻഡ് കളറിംഗ് പിഗ്മെൻറ്റ്. അപ്പോൾ അതിൽ ബേസ് എന്ന് പറഞ്ഞാൽ ഫൈനലി ഡിവൈഡഡ് സോളിഡ് സബ്സ്റ്റൻസ് ആണ്. നമ്മുടെ പെയിൻറ്റിൻ്റെ ക്യാരക്ടർ, ഡ്യൂറബിലിറ്റി എല്ലാം ഡിറ്റർമൈൻ ചെയ്യുന്നത് ബേസ് ആയിരിക്കും. മെയിൻലി 8 ടൈപ്പ് ഓഫ് ബേസ് ആണ് നമ്മൾ യൂസ് ചെയ്യാറ്. റെഡ് ലെഡ്, ഓക്സൈഡ്സ് ഓഫ് അയൺ, ഓക്സൈഡ്സ് ഓഫ് സിങ്ക്, വൈറ്റ് ലെഡ്, ടൈറ്റാനിയം വൈറ്റ്, ആൻറ്റിമണി വൈറ്റ്, അലൂമിനിയം പൗഡർ ആൻഡ് ലിത്തോഫോൺ. ഓക്കെ, ഇപ്പോൾ ഈ പേരുകളിൽ വൈറ്റ് ലെഡ് ആണ് നമ്മൾ വൈഡ്ലി യൂസ് ചെയ്യുന്ന ബേസ് പെയിൻറ്റിൽ. അപ്പോൾ ഇതിൽ പേരുകൾ യൂസ് ചെയ്യാനായിട്ട് നമുക്കൊരു കോഡ് യൂസ് ചെയ്യാം. റോ സ്ക്വയർ, ടാൽ സ്ക്വയർ എന്നൊരു കോഡ് യൂസ് ചെയ്യാം. അതിൽ ഒയ്ക്കും സ്ക്വയർ ഉണ്ട്, എയ്ക്കും സ്ക്വയർ ഉണ്ട്. ഇന്നടുക്കത്തെ ടേംസിന് മാത്രം സ്ക്വയർ. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഈ ബേസുകളുടെ ഫസ്റ്റ് ലെറ്റേഴ്സാണ്. അപ്പോൾ ഈ കോഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ബേസിൻ്റെ പേരുകൾ എളുപ്പത്തിൽ പഠിച്ചു വയ്ക്കാവുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയർ എന്ന് വേറൊരു പേര് കൂടെയുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ബാക്കി പെയിൻറ്റ്സിലെ എല്ലാ ഇൻഗ്രീഡിയൻസും ലിക്വിഡ് സസ്പെൻഷനിൽ ഹോൾഡ് ചെയ്യാണ് വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയറിൻ്റെ ഫങ്ഷൻ. അതുപോലെ തന്നെ നമ്മുടെ പെയിൻറ്റ് ഒരു സർഫസിൽ ഈവൻലിയും യൂണിഫോമിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത് വെഹിക്കിൾ അല്ലെങ്കിൽ കാരിയറാണ്. പിന്നെ നമ്മുടെ പെയിൻറ്റ് സർഫസിലേക്ക് സ്റ്റിക്ക് ചെയ്യാൻ ഒരു ബൈൻഡർ പോലെ ആക്ട് ചെയ്യുന്നതും വെഹിക്കിളാണ്. അപ്പം വെഹിക്കിൾ കാരണമാണ് അതൊരു ഇലാസ്റ്റിക് ആൻഡ് പ്രൊട്ടക്റ്റീവ് ഫിലിം പോലെ ആക്ട് ചെയ്തു പെയിൻറ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം മെയിൻലി അത് 4 ടൈപ്സ് ആണുള്ളത്. പോപ്പി ഓയിൽ, ലിൻസീഡ് ഓയിൽ, നട്ട് ഓയിൽ, ടങ് ഓയിൽ. അതിൽ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്ന വെഹിക്കിൾ ഏതാണെന്ന് ചോദിച്ചാൽ ലിൻസീഡ് ഓയിലാണ്. ഇപ്പോൾ ഈ മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ഏതാണെന്നൊക്കെ ഉള്ളത് കുറേ എക്സാംസിന് ചോദിച്ചിട്ടുള്ളതാണ്. അതുപോലെ ഡെലിക്കേറ്റ് കളർ പെയിൻറ്റ് പ്രിപ്പയർ ചെയ്യാൻ നമ്മൾ യൂസ് ചെയ്യുന്നത് പോപ്പി ഓയിലാണ്. ദെൻ വൈറ്റ് ആൻഡ് ലൈറ്റ് കളർ പെയിൻറ്റ്സിൽ നമ്മൾ യൂസ് ചെയ്യാറ് നട്ട് ഓയിലാണ്. അതുപോലെ സുപ്പീരിയർ ക്വാളിറ്റി പെയിൻറ്റിനാണ് നമ്മൾ ടങ് ഓയിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതുപോലെ തന്നെ പെയിൻറ്റിൻ്റെ പേരുകൾ, വെഹിക്കിളിൻ്റെ പേരുകളും പഠിച്ചു വയ്ക്കാനായിട്ട് നമുക്ക് പ്ലെൻഡ് എന്നൊരു കോഡ് ഓർത്ത് വയ്ക്കാം. ദെൻ ഡ്രയർ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിൻ്റെ ഡ്രൈയിങ് പ്രോസസ്സിന് ഒരു കാറ്റലിസ്റ്റായിട്ട് ആക്ട് ചെയ്യാണ് ഡ്രയർ ചെയ്യുന്നത്. അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഓക്സിജൻ അബ്സോർബ് ചെയ്തിട്ട് വെഹിക്കിളിലേക്ക് അത് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത് പെയിൻറ്റിനെ ഹാർഡൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നതാണ് ഡ്രയർ. മെയിൻലി 2 ടൈപ്പ് ഡ്രയേഴ്സാണ്, ഓയിൽ ഡ്രയറും പേസ്റ്റ് ഡ്രയറും ആണ് ഉള്ളത്. പിന്നെ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്ന ഡ്രയർ ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ കോമൺലി യൂസ് ചെയ്യുന്നത് ലിത്താർജ് എന്ന് പറയുന്നൊരു ഡ്രയറാണ്. ലിത്താർജ് കെമിക്കലി ലെഡ് മോണോക്സൈഡ് ആണ്, PbO. ഓക്കെ, അപ്പോൾ അതുകൂടെ ഓർത്ത് വെച്ചേക്കണം. നെക്സ്റ്റ് ഇസ് തിന്നർ. നമ്മുടെ പെയിൻറ്റിൽ നമ്മൾ തിന്നർ മിക്സ് ചെയ്തിട്ട് പെയിൻറ്റിനെ തിന്നാക്കുക എന്നുള്ളതാണ് തിന്നറിൻ്റെ ഫങ്ഷൻ. അപ്പം അങ്ങനെ ചെയ്യുന്ന വഴി നമ്മുടെ ഏതൊരു പോറസ് സർഫസിലൂടെ എളുപ്പം പെയിൻറ്റിന് പെനിട്രേറ്റ് ചെയ്ത് പോകാൻ പറ്റും. നമ്മുടെ പെയിൻറ്റിൻ്റെ സ്പ്രെഡിങ് പവറും ബ്രഷിങ് പവറൊക്കെ ഇമ്പ്രൂവ് ചെയ്യാനായിട്ട് തിന്നർ യൂസ് ചെയ്യുന്നതുകൊണ്ട് പറ്റും. ഓക്കെ, മെയിൻലി യൂസ് ചെയ്യുന്ന തിന്നേഴ്സ് ഏതാണെന്ന് ചോദിച്ചാൽ ടർപ്പൻറ്റൈൻ ആൻഡ് വൈറ്റ് സ്പിരിറ്റ്. ഇത് രണ്ടും നമ്മൾ ഓയിൽ പെയിൻറ്റിലാണ് യൂസ് ചെയ്യാറ്. ദെൻ ആൽക്കഹോൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ലിക്വിഡ് ലാക്വേഴ്സിലാണ് നമ്മൾ ആൽക്കഹോൾ യൂസ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ സെല്ലുലോസ് പെയിൻറ്റിൽ യൂസ് ചെയ്യുന്നതാണ് ഈതൈൽ അമൈൽ അസറ്റേറ്റ് എന്ന് പറയുന്നൊരു തിന്നർ. അതുപോലെ ഡിസ്റ്റംപേഴ്സിൽ നമ്മൾ വാട്ടറാണ് തിന്നറായിട്ട് യൂസ് ചെയ്യാറുള്ളത്. ദെൻ കളറിങ് പിഗ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ പെയിൻറ്റിൽ കളർ കൊടുക്കുക എന്നൊരു ഫങ്ഷനാണ് കളറിങ് പിഗ്മെൻറ്റിന് ഉള്ളത്. ഓക്കെ, ഇപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ
വൈറ്റ് ലെഡ് പെയിൻറ്റിൽ ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോസസ് ബൈ വിച്ച് ടിമ്പർ ഈസ് കട്ട് ആൻഡ് സോൺ ഇൻടു സ്യൂട്ടബിൾ സെക്ഷൻസ് ഇസ് നോൺ ആസ്. ഓക്കെ, അപ്പോൾ ടിമ്പർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഈ എഞ്ചിനീയറിംഗ് പർപ്പസിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള വുഡിനെയാണ് നമ്മൾ ടിമ്പർ എന്ന് പറയുന്നത്. വുഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ട്രീസിൽ നിന്ന് കിട്ടുന്ന ഓർഗാനിക് മാറ്ററിനെയാണ് വുഡ് എന്ന് പറയുന്നത്. അപ്പം അതിൽ നിന്ന് നമ്മൾ എഞ്ചിനീയറിംഗ് പർപ്പസിന് വേണ്ടി സ്യൂട്ടബിൾ ആയിട്ട് തിരഞ്ഞെടുക്കുന്ന ടിമ്പറിനെയാണ്, അല്ലെങ്കിൽ യൂസ് ചെയ്യുന്ന വുഡിനെയാണ് നമ്മൾ ടിമ്പർ എന്ന് വിളിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ടിമ്പർ പ്രോസസ്സിങ്ങിന് മെയിൻലി 4 സ്റ്റെപ്സ് ആണുള്ളത്. ഫെല്ലിംഗ് ഓഫ് ട്രീസ്, സീസണിങ് ഓഫ് ടിമ്പർ, കൺവേർഷൻ ഓഫ് ടിമ്പർ ആൻഡ് പ്രിസർവേഷൻ ഓഫ് ടിമ്പർ. ഇപ്പോൾ ഫെല്ലിംഗ് ഓഫ് ട്രീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഈ ടിമ്പറിന് വേണ്ടിയിട്ട് സ്യൂട്ടബിൾ ആയിട്ടുള്ള ട്രീസ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്ന ആ പ്രോസസ്സിനാണ് ഫെല്ലിംഗ് ഓഫ് ട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നമുക്ക് 2 കാര്യമാണ് അറിയേണ്ടത്. എത്ര വലിയ മരമാണ് മുറിക്കേണ്ടത്, അല്ലെങ്കിൽ ഏത് ഇയറിലുള്ള മരമാണ് മുറിക്കേണ്ടത് അല്ലേ? ഏജ് ഫോർ ഫെല്ലിംഗ് അതെന്ന് പറഞ്ഞാൽ ജനറലി 50 to 100 years ആയ ട്രീസാണ് നമ്മൾ ടിമ്പർ എടുക്കാനായിട്ട് യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സീസൺ ഫോർ ഫെല്ലിംഗ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഹില്ലി റീജിയൻസിൽ നമ്മൾ മെയിൻലി മിഡ് സമ്മറിലാണ് ടിമ്പർ കട്ട് ചെയ്യുന്നത്. അതുപോലെ പ്ലെയിൻ ഏരിയാസിൽ മിഡ് വിൻ്ററിലാണ് നമ്മൾ ടിമ്പർ കട്ട് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സീസണിങ് ഓഫ് ടിമ്പർ. സീസണിങ് ഓഫ് ടിമ്പർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഈ ന്യൂലി ഫെൽഡ് ട്രീസിൽ 50% അല്ലെങ്കിൽ മോയ്സ്ചർ അല്ലെങ്കിൽ സാപ്പ് ഉണ്ടാവും. ഓക്കെ, അപ്പം ആ സാപ്പ് അല്ലെങ്കിൽ മോയ്സ്ചർ റിമൂവ് ചെയ്യാനായിട്ട് ആ ടിമ്പറിനെ ഡ്രൈ ചെയ്യുന്ന പ്രോസസ്സ്, അതിനെയാണ് സീസണിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മൾ ഡ്രൈ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടിമ്പർ ഷ്രിങ്ക് ആയി പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പം നമ്മളുടെ ഈ സീസണിങ്ങിൻ്റെ മെയിൻ ഒബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ ഇപ്പോൾ ടിമ്പർ നമ്മുടെ എഞ്ചിനീയറിംഗ് പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ ഷ്രിങ്കേജ് എലിമിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇങ്ങനെ വെൽ സീസൺഡ് ടിമ്പർ എന്ന് പറഞ്ഞാൽ അതിൽ എന്തുമാത്രം മോയ്സ്ചർ കണ്ടൻറ്റ് വരെ നമ്മൾ കുറച്ചെടുക്കണം. ആ ഒരു ലിമിറ്റ് പറയുന്ന ടൈമാണ് ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് എന്ന് പറഞ്ഞാൽ. ഇപ്പം മെയിൻലി നമ്മുടെ സീസണിങ് ചെയ്യുന്ന 2 രീതിയിലാണ്. നാച്ചുറൽ സീസണിങ്ങും നമ്മൾ ചെയ്യാറുണ്ട്, ആർട്ടിഫിഷ്യൽ സീസണിങ്ങും ചെയ്യാറുണ്ട്. നാച്ചുറൽ സീസണിങ് എന്ന് പറഞ്ഞാൽ എയർ സീസണിങ്ങും വാട്ടർ സീസണിങ്ങും ഉണ്ട്. പക്ഷെ അത് നമുക്ക് നാച്ചുറൽ മെത്തേഡ്സ് ആകുമ്പോൾ അത് കുറേ നാളുകളെടുക്കും അതിന് ചെയ്ത് തീർക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ആർട്ടിഫിഷ്യൽ മെത്തേഡ്സും യൂസ് ചെയ്യാറുണ്ട്. ആർട്ടിഫിഷ്യൽ മെത്തേഡ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ബോയിലിങ്, കെമിക്കൽ സീസണിങ്, ഇലക്ട്രിക്കൽ സീസണിങ്, ക്ലീൻ സീസണിങ് ഒക്കെയാണ് അതിൽ വരുന്ന മെത്തേഡ്സ്. ഓക്കെ, അപ്പം നമുക്ക് ഒരു ടിമ്പറിന് വേണ്ട ഒപ്റ്റിമം മോയ്സ്ചർ കണ്ടൻറ്റ് എത്രയാണെന്ന് ചോദിച്ചാൽ 8 to 12% അല്ലെങ്കിൽ 10 to 12% ഒക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പോൾ 8 ആണെങ്കിലും 10 ആണെങ്കിലും ആ ഒരു റേഞ്ച് എപ്പോഴും ഓർത്ത് വയ്ക്കുക. കുറേ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ളതാണ്. ചില ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ 8 to 12 കണ്ടിട്ടുണ്ട്, ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ 10 to 12 ആയിരിക്കും തരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ സീസണിങ് ചെയ്യുന്ന വഴി നമ്മുടെ ടിമ്പറിൻ്റെ വെയിറ്റ് ഡിക്രീസ് ചെയ്യും. അതുപോലെ നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റൊക്കെ കുറയ്ക്കാൻ പറ്റും. ടിമ്പറിന് ഹാർഡ്നെസ്, സ്റ്റിഫ്നെസ്, ഇലക്ട്രിക്കൽ സ്ട്രെങ്ത്, അതുപോലെ ഡീകേ റെസിസ്റ്റൻസ്, അങ്ങനെ കുറേ പ്രോപ്പർട്ടീസൊക്കെ എൻഹാൻസ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് എന്ന് വെച്ചാൽ കൺവേർഷൻ ഓഫ് ടിമ്പർ. അതായത് നമ്മളിപ്പോൾ നമ്മൾ ബ്രാഞ്ചസ് കട്ട് ചെയ്തെടുത്ത ആ ഒരു വുഡിനെ നമ്മൾ ലോഗ് എന്നായിരിക്കും പറയുന്നത്. ഒരു സർക്കുലർ സെക്ഷനുള്ളൊരു വുഡിനെ നമ്മൾ ലോഗ് എന്നായിരിക്കും പറയുന്നത്. അപ്പോൾ ആ ലോഗിനെ ഡിഫറെൻറ്റ് സെക്ഷൻസ് ആയിട്ട് കട്ട് ചെയ്ത് ചെയ്തൊക്കെ എടുക്കുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ കൺവേർഷൻ ഓഫ് ടിമ്പർ എന്ന് പറയുന്നത്. ഡിഫറെൻറ്റ് സെക്ഷൻസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ബോർഡ് വരാം, പ്ലാങ്ക് വരാം, പാറ്റേൺസ് ആയിട്ട് കട്ട് ചെയ്യാറുണ്ട്, സ്ട്രിപ്സ് ഒക്കെ. അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ കട്ട് ചെയ്യുന്ന ആ സൈസിനെ, വിഡ്ത്തിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ് ക്ലാസിഫിക്കേഷൻ വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ വിളിക്കുന്നതാണ് കൺവേർഷൻ ഓഫ് ടിമ്പർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മളിങ്ങനെ എടുത്തു വെച്ചേക്കുന്ന ടിമ്പറിന് ഒത്തിരി ഡിഫക്ട്സ് ഉണ്ടാകും നാച്ചുറൽ ഫോഴ്സസ് കാരണം. ഇപ്പോൾ ആ ടിമ്പർ ആ ട്രീ ആയിട്ട് നിൽക്കുന്ന സമയത്ത് തന്നെ കുറേ ഡിഫക്ട്സ് അതിനുണ്ടാവാം. അല്ലെങ്കിൽ നമ്മൾ ഈ സീസണിങ് ചെയ്യുന്ന സമയത്ത് കുറേ ഡിഫക്ട്സ് വരാം. അതുപോലെ കൺവേർഷൻ ചെയ്യുന്ന സമയത്തും. അല്ലാതെ ഇൻസെക്ട്സ്, ഇപ്പം നമ്മൾ സ്റ്റോർ ചെയ്യുന്ന സമയത്താണെങ്കിൽ ഇൻസെക്ട്സ് കൊണ്ടും കുറേ ഡിഫക്ട്സ് വരാം. ആ ഡിഫക്ട്സ് എല്ലാം ഈ ടിമ്പറിൻ്റെ ഡീക്കേക്ക് കാരണമാക്കും. അപ്പോൾ അങ്ങനെ
ഉള്ള ഏതൊരു ഡിറ്റീരിയേഷൻ അല്ലെങ്കിൽ ഡീക്കേയും അവോയ്ഡ് ചെയ്യാനായിട്ട് നമ്മൾ ടിമ്പറിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് പ്രിസർവേഷൻ ഓഫ് ടിമ്പർ എന്ന് പറയുന്ന പ്രോസസ്സ്. അപ്പോൾ നമ്മളവിടെ യൂസ് ചെയ്യുന്ന പ്രിസർവേറ്റീവ്സ് ഓയിൽ പ്രിസർവേറ്റീവ്സും ആകാം, അതുപോലെ വാട്ടർ സോളുബിൾ പ്രിസർവേറ്റീവ്സും നമ്മൾ യൂസ് ചെയ്യാറുണ്ട്. ഓക്കെ, ഇതപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യന് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ടിമ്പർ കട്ട് ചെയ്ത് സോ ചെയ്ത് ഡിഫറെൻറ്റ് സ്യൂട്ടബിൾ സെക്ഷൻ ആക്കുന്ന ആ പ്രോസസ്സ്, അതിനെ കൺവേർഷൻ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ റേഞ്ച് ഓഫ് കേംബർ ഓഫ് സിമെൻറ്റ് കോൺക്രീറ്റ് റോഡ് സർഫസ് ഇൻ ഹെവി റെയിൻഫാൾ ഏരിയ ടു ലൈറ്റ് റെയിൻഫാൾ ഏരിയ ഈസ്. ഓക്കെ, അപ്പോൾ കേംബർ നമ്മൾ നേരത്തെ കണ്ടിരുന്നു. നമ്മുടെ റോഡ് സർഫസിന് കൊടുക്കുന്ന ഒരു കോൺവെക്സിറ്റി ആണ് കേംബർ എന്ന് പറഞ്ഞാൽ. അതിൻ്റെ മെയിൻ പർപ്പസ് എന്ന് പറഞ്ഞാൽ സർഫസ് വാട്ടർ ഡ്രെയിൻ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അപ്പം നമ്മളത് നോർമലി ഒരു 1:n എന്ന് പറയുന്നൊരു റേഷ്യോ ആയിട്ടൊരു പെർസെൻറ്റേജ് ആയിട്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. 1 വെർട്ടിക്കൽ ടു n ഹൊറിസോണ്ടൽ എന്നുള്ളൊരു രീതിയിലൊരു റേഷ്യോ ആയിട്ടായിരിക്കും റെപ്രസെൻ്റ് ചെയ്യുന്നത്. പിന്നെ നമ്മൾ കേംബർ എന്തോരം പ്രൊവൈഡ് ചെയ്യണം, ആ സ്ലോപ്പ് എത്രയാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, അത് 2 ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ റെയിൻഫാൾ വെച്ചിട്ട് പറയുന്നത് ഹെവി റെയിൻഫാൾ ആണെങ്കിൽ നമ്മൾ സ്റ്റീപ്പർ കേംബർ യൂസ് ചെയ്യണം. ലോ റെയിൻഫാൾ ആണെങ്കിൽ അത്രയ്ക്ക് സ്റ്റീപ്പർ വേണ്ട, ഫ്ലാറ്റ് കേംബർ യൂസ് ചെയ്താൽ മതി. നെക്സ്റ്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് സർഫസ് ആണ്. അതായത് നമ്മുടെ റോഡ് ബിറ്റ്വീൻ വെച്ചിട്ടാണോ ഉണ്ടാക്കിയിരിക്കുന്നത്, അല്ലെങ്കിൽ സർഫസ് കോൺക്രീറ്റ് റോഡാണോ, അതുപോലെ എർത്ത് റോഡാണോ, എങ്ങനെയുള്ള സർഫസാണ് നമ്മുടെ പേയ്മെൻറ്റിനുള്ളത്, അതിന് ഡിപ്പെൻഡ് ചെയ്തിട്ട് കേംബർ നമുക്ക് ക്ലാസിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിന് IRC റെക്കമെൻഡ് ചെയ്യുന്ന കുറച്ച് വാല്യൂസ് ഉണ്ട്, അത് പഠിക്കേണ്ടതാണ്. ഓക്കെ, നമ്മൾ ഹൈ ടൈപ്പ് ബിറ്റുമിനസ് റോഡ് അല്ലെങ്കിൽ സിമെൻറ്റ് കോൺക്രീറ്റ് റോഡാണെങ്കിൽ അതിന് 1:50 to 1:60 എന്ന് പറയുന്നൊരു റേഞ്ചിലാണ് നമ്മൾ കേംബർ പ്രൊവൈഡ് ചെയ്യുക. അതുപോലെ തിൻ ടൈപ്പ് ബിറ്റുമിനസ് റോഡാണെങ്കിൽ നമ്മൾ 1:40 to 1:50 എന്ന് പറയുന്നൊരു വാല്യൂ ആണ്. അതുപോലെ WBM അല്ലെങ്കിൽ ഗ്രാവൽ റോഡാണെങ്കിൽ 1:33 to 1:40. എർത്ത് റോഡാണെങ്കിൽ 1:25 to 1:33 എന്ന് പറയുന്നൊരു വാല്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ടേബിൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാകും. ഇപ്പോൾ ഹെവി റെയിൻഫാളിന് ഒരു റോഡിന് കൊടുത്തിരിക്കുന്ന വാല്യൂ ആണ്. നെക്സ്റ്റ് ടൈപ്പിന് വരുമ്പോൾ ലോ റെയിൻഫാളിന് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റുന്ന ഒരു ടേബിൾ തന്നെയാണ് ഇത്. ഓക്കെ, അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് റേഞ്ച് ഓഫ് കേംബർ ഓഫ് സിമെൻറ്റ് കോൺക്രീറ്റ് റോഡ്. അപ്പോൾ സിമെൻറ്റ് കോൺക്രീറ്റ് റോഡിന് പ്രൊവൈഡ് ചെയ്യുന്ന കേംബർ എന്ന് പറഞ്ഞാൽ 1:50 to 1:60 ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. width of roadway at plain and rolling terrain for national and state highways. ഓക്കെ, width of roadway അല്ലെങ്കിൽ നമ്മൾ വേറെ രീതിയിൽ പറഞ്ഞാൽ width of formation അല്ലെങ്കിൽ formation width എന്നും പറയാറുണ്ട്. ഓക്കെ, അതെന്ന് പറഞ്ഞാൽ നമ്മുടെ അതൊരു സമ്മാണ്. ക്യാരേജ് വേ width, അതായത് നമ്മുടെ ട്രാഫിക് യൂസ് ചെയ്യുന്ന പോർഷൻ പ്ലസ് 2 സൈഡിലുമുള്ള ഷോൾഡേഴ്സ്, പിന്നെ അതിൻ്റെ ഇടയ്ക്ക് വല്ല എന്തെങ്കിലും സെപ്പറേറ്റേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂട്ടിയുള്ള ആ ടോട്ടൽ width, അതിനെയാണ് നമ്മൾ വിഡ്ത്ത് ഓഫ് റോഡ് വേ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഇപ്പോൾ ഒരു ഹൈവേ എംപാക്ക്മെൻറ്റ് ആണെങ്കിൽ അതിൻ്റെ ടോപ്പ് വിഡ്ത്തായിരിക്കും നമ്മൾ ആ ഫോർമേഷൻ വിഡ്ത്തായിട്ട് എടുക്കുന്നത്. അതുപോലെ ഇപ്പോൾ ഒരു കട്ടിങ് ആണെങ്കിൽ അതിൻ്റെ ബോട്ടം വിഡ്ത്തായിരിക്കും നമ്മൾ അതിൻ്റെ ടോട്ടൽ വിഡ്ത്തായിട്ട് എടുക്കുന്നത്. അപ്പം ഈ വിഡ്ത്ത് ഓഫ് റോഡ് വേ നമ്മുടെ IRC സ്റ്റാൻഡർഡൈസ് ചെയ്ത് കൊടുത്തിരിക്കുന്ന കുറച്ച് വാല്യൂസ് ഉണ്ട്. അത് റോളിങ് ആൻഡ് പ്ലെയിൻ ടെറൈനും ഉണ്ട്, മൗണ്ടനീസ് ആൻഡ് സ്റ്റീപ്പ് ടെറൈനും വാല്യൂസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വാല്യൂസ് നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാൽ നാഷണൽ ആൻഡ് സ്റ്റേറ്റ് ഹൈവേയിൽ പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈന് യൂസ് ചെയ്തേക്കുന്ന വാല്യൂ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. പ്ലെയിൻ ആൻഡ് റോളിംഗ് ടെറൈനിൽ നമ്മൾ നാഷണൽ ഹൈവേ ആണെങ്കിലും സ്റ്റേറ്റ് ഹൈവേ ആണെങ്കിലും 12 മീറ്റർ വിഡ്ത്ത് ഓഫ് റോഡ് വേ ആയിട്ട് എടുക്കേണ്ടതുണ്ട്. സോ ആൻസർ ഈസ് 12 മീറ്റർ. ഓക്കെ, 7th ക്വസ്റ്റ്യൻ നോക്കാം. PIEV തിയറി ഈസ് റിലേറ്റഡ് ടു. PIEV തിയറി എന്ന് പറഞ്ഞാൽ അത് റിലേറ്റ് ചെയ്തിരിക്കുന്നത് റിയാക്ഷൻ ടൈം ഓഫ് ഡ്രൈവറിനോടാണ്. റിയാക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഒബ്ജക്റ്റ്, നമ്മൾ വെഹിക്കിൾ ട്രാവൽ ചെയ്യുന്ന സമയത്ത് ഒരു ഒബ്ജക്റ്റ് നമ്മൾ സൈറ്റ് ചെയ്തു, നമ്മൾ റോഡിന് നടുക്കൊരു ഒബ്ജക്റ്റ് സൈറ്റ് ചെയ്തു.
അത് തൊട്ട് നമ്മൾ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്നത് വരെയുള്ള ആ ടൈം. ഓക്കെ, നമ്മൾ ആ ഡ്രൈവർ റിയാക്ഷൻ നടത്താനായിട്ട് എടുക്കുന്ന ആ ടൈമിനെയാണ് റിയാക്ഷൻ ടൈം എന്ന് പറയുന്നത്. IRC റെക്കമെൻഡ് ചെയ്തിട്ടുള്ള റിയാക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ 2.5 സെക്കൻഡ് ആണ്. ഇതും ഓർത്തിരിക്കേണ്ട ഒരു പോയിൻ്റാണ്. ഓക്കെ, അപ്പം ഈ റിയാക്ഷൻ ടൈം നമ്മൾ സ്പെസിഫൈ ചെയ്യാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന തിയറിയാണ് PIEV തിയറി. PIV തിയറി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ റിയാക്ഷൻ ടൈമിനെ കുറച്ച് ടൈംസ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, പെർസെപ്ഷൻ ടൈം, ഇൻ്റലക്ഷൻ ടൈം, ഇമോഷൻ ടൈം ആൻഡ് വൊല്യൂഷൻ ടൈം. പെർസെപ്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു ഒബ്ജക്റ്റ് നമ്മൾ കാണാനെടുക്കുന്ന ആ ഒരു സമയം, അതിനാണ് പെർസെപ്ഷൻ ടൈം എന്ന് പറയുന്നത്. ഇൻ്റലക്ഷൻ ടൈം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കണ്ടു എന്നുള്ള ആ ഒരു ഫാക്റ്റ് നമ്മുടെ ബ്രെയിനിൽ എത്തിച്ചേരാനെടുക്കുന്ന ആ സിഗ്നൽ എത്തിച്ചേരാനെടുക്കുന്ന ടൈമാണ്. ഇമോഷൻ ടൈം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫിയർ പോലുള്ള ഫീലിങ്സ് ഒക്കെ എക്സ്പ്രസ് ചെയ്യാനുള്ള ഒരു ടൈമാണ്. ആൻഡ് വൊല്യൂഷൻ ടൈമാണ് നമ്മൾ ആ ബ്രേക്ക് അപ്ലൈ ചെയ്യുന്ന ടൈം എന്ന് പറഞ്ഞാൽ. ഇപ്പം PIV തിയറി കൊണ്ട് നമ്മളങ്ങനെ ടോട്ടൽ പ്രോസസ്സിനെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്ത് 4 ഡിഫറെൻറ്റ് ടൈമായിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. ഓക്കെ, 8th ക്വസ്റ്റ്യൻ നോക്കാം. ദ പ്രോസസ് ഓഫ് കട്ടിങ് ആൻഡ് റിമൂവൽ സോയിൽ, ട്രാൻസ്പോർട്ടിങ് ആൻഡ് ഡംപിങ് ഇറ്റ് ആസ് എ സ്പോയിൽ ബാങ്ക്. ഓക്കെ, അപ്പോൾ നമ്മൾ സോയിൽ കട്ട് ചെയ്ത് റിമൂവ് ചെയ്ത് ട്രാൻസ്പോർട്ട് ചെയ്ത് ഒരു സ്പോയിൽ ബാങ്കായിട്ട് ഡംപ് ചെയ്യുന്ന പ്രോസസ്സിനെ എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. സ്പോയിൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പോയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സ്കവേറ്റ് ചെയ്തിട്ട് വരുന്ന സർപ്ലസ് മെറ്റീരിയലാണ് സ്പോയിൽ എന്ന് പറയുന്നത്. അതുകൊണ്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്ത് ഉണ്ടാക്കുന്ന ഒരു എർത്ത് വർക്കിനെയാണ് സ്പോയിൽ ബാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പ്രോസസ്സിന് എന്താണ് പറയുന്നത്? എക്സ്കവേഷൻ എന്ന്. ഓക്കെ, എംബാങ്ക്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ ഒരു ഹയർ ലെവലിൽ നമ്മളൊരു കൺസ്ട്രക്ഷനെ സപ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മൾ മെറ്റീരിയൽസ് ഒക്കെ ഡെപ്പോസിറ്റ് ചെയ്തിട്ട് നാച്ചുറൽ ഗ്രൗണ്ടിൻ്റെ ഹൈറ്റ് റൈസ് ചെയ്ത് കൊടുക്കുന്ന ഒരു എർത്ത് വർക്കാണ് എംബാങ്ക്മെൻ്റ് എന്ന് പറഞ്ഞാൽ. ബെഞ്ചിങ് അല്ലെങ്കിൽ സ്റ്റെപ്പിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ സ്ലോപ്പിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ സ്മോൾ ലെവൽ പ്ലാറ്റ്ഫോംസ് അല്ലെങ്കിൽ സ്റ്റെപ്സ് കൊടുക്കുന്ന ആ ഒരു പ്രോസസ്സിനെയാണ് ബെഞ്ചിങ് അല്ലെങ്കിൽ സ്റ്റെപ്പിംഗ് എന്ന് പറഞ്ഞാൽ. ബാങ്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സൂപ്പർ എലിവേഷൻ്റെ വേറൊരു പേരാണ് ബാങ്കിങ് അല്ലെങ്കിൽ കൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ മൂവിങ് വെഹിക്കിളിലെ സെൻട്രിഫ്യൂഗൽ ഫോഴ്സിൻ്റെ എഫക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൊറിസോണ്ടൽ കർവിൽ കൊടുക്കുന്ന ഒരു ഇൻവേർട്ട് ടിൽറ്റ് അല്ലെങ്കിൽ ഒരു ട്രാൻസ്വേഴ്സ് ഇൻക്ലിനേഷനെയാണ് നമ്മൾ ബാങ്കിങ് അല്ലെങ്കിൽ സൂപ്പർ എലിവേഷൻ എന്ന് പറയുന്നത്. 9th ക്വസ്റ്റ്യൻ നോക്കാം. എ സ്റ്റിഫ് ആൻഡ് എക്സ്ട്രാ സ്റ്റിഫ് കോൺക്രീറ്റ് മിക്സസ് ഇൻഡിക്കേറ്റഡ് ബൈ. അപ്പോൾ ഇവിടെ സ്ലം വാല്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്. സ്ലം വാല്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു ഫ്രഷ്ലി മെയ്ഡ് കോൺക്രീറ്റ് മിക്സ് ആണെങ്കിൽ അതിൻ്റെ വർക്കബിലിറ്റി കണ്ടുപിടിക്കാൻ യൂസ് ചെയ്യുന്ന ഒരു പാരാമീറ്റർ ആണ്. വർക്കബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ആ കോൺക്രീറ്റ് ഫ്ലോ ചെയ്യാനുള്ള ഈസിനെസ്, അത് നമുക്ക് മിക്സ് ചെയ്യാനും ട്രാൻസ്പോർട്ട് ചെയ്യാനും പ്ലേസ് ചെയ്യാനൊക്കെ ഉള്ളൊരു ഈസിനെസ്സിനെയാണ് നമ്മൾ വർക്കബിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മുടെ കോൺക്രീറ്റ് മിക്സിൻ്റെ നേച്ചർ എങ്ങനെയാണെന്ന് നമ്മൾ തീരുമാനിക്കുന്നത്. സോ IS കുറച്ച് റെക്കമെൻഡേഷൻ ഉണ്ട് നമ്മുടെ സ്ലം വാല്യൂസിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമ്മുടെ കോൺക്രീറ്റ് മിക്സിൻ്റെ നേച്ചർ എങ്ങനെയാണ് കൺസിഡർ ചെയ്യുന്നത്. സോ ടേബിൾ ഒന്ന് പഠിക്കുക. അതിൽ നോ സ്ലംബ് എന്നുള്ളൊരു കേസ്, അതാണ് എക്സ്ട്രാ ആൻഡ് സ്റ്റിഫ് ആൻഡ് എക്സ്ട്രാ സ്റ്റിഫ് കോൺക്രീറ്റ് മിക്സ് എന്ന് പറയുന്നത്. നമ്മുടെ കോൺക്രീറ്റ് മിക്സ് സ്റ്റിഫ് ആണെങ്കിൽ എക്സ്ട്രാ സ്റ്റിഫ് ആണെങ്കിൽ അതിന് സ്ലംബ് ഉണ്ടാവില്ല. 10 to 30 ആണെങ്കിൽ അതൊരു പോർലി മൊബൈൽ മിക്സ് ആയിരിക്കും. 40 to 150 ആണെങ്കിൽ മൊബൈൽ മിക്സ്. അതുപോലെ ഓവർ 150 mm ആണെങ്കിലാണ് നമ്മൾ കാസ്റ്റ് മിക്സ് എന്ന് പറയുന്നത്. സോ നമ്മുടെ ക്വസ്റ്റിന് ചോദിച്ചിരിക്കുന്നത് സ്റ്റിഫ് ആൻഡ് എക്സ്ട്രാ സ്റ്റിഫ് കോൺക്രീറ്റ് മിക്സ് ആണ്. ആൻസർ എന്ന് പറഞ്ഞാൽ നോ സ്ലംബ്. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇൻ ദ കേസ് ഓഫ് ഓവർ ഹാങ്ങിങ് ക്ലിഫ്സ്. ഓക്കെ, അപ്പോൾ നമ്മൾ കോണ്ടൂർ ലൈൻസിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് പഠിക്കുമ്പോൾ നമ്മൾ പഠിക്കുന്നതാണ് കോണ്ടൂർ ലൈൻസ് 2 ഡിഫറെൻറ്റ് എലിവേഷനുള്ള 2 കോണ്ടൂർ ലൈൻസ് ഒരിക്കലും ക്രോസ് ചെയ്യത്തില്ല എന്ന്. പക്ഷേ നമ്മളവിടെ 2 എക്സെപ്ഷണൽ കേസ് പഠിക്കാറുണ്ട്. അത് ഒന്നാമത്തെ എന്ന് പറഞ്ഞാൽ ഓവർ ഹാങ്ങിങ് ക്ലിഫിൻ്റെ കേസിലാണ്. ഓവർ ഹാങ്ങിങ് ക്ലിഫിൽ മാത്രമാണ് കോണ്ടൂർ ലൈൻസ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. അതായത് നമ്മൾ അതിൻ്റെ കോണ്ടൂർ ലൈൻസ് പ്ലോട്ട് ചെയ്ത് നമ്മൾ മാപ്പ് ഉണ്ടാക്കി കഴിയുമ്പോൾ മാപ്പിൽ നമുക്ക് ഇൻ്റർസെക്റ്റ് ചെയ്ത് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അതൊരു ഓവർ ഹാങ്ങിങ് ക്ലിഫിൻ്റെ കേസിൽ മാത്രമായിരിക്കും. അതുപോലെ വേറൊരു എക്സെപ്ഷനാണ് നമ്മൾ വെർട്ടിക്കൽ ക്ലിഫിൻ്റെ കാര്യത്തിൽ. വെർട്ടിക്കൽ ക്ലിഫിൽ മാത്രമാണ് കോണ്ടൂർ ലൈൻസ് യുണൈറ്റ് ചെയ്തിട്ട് ഒരൊറ്റ ലൈനായിട്ട് മാറുന്നത്. സോ ഇപ്പോൾ
അപ്പോൾ ഈ 2 കേസിൽ ഒഴിച്ച് നമ്മൾ വേറൊരു കേസിൽ നമുക്ക് കോണ്ടൂർ ലൈൻസ് ക്രോസ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റില്ല. ഓവർഹാങ്ങിങ് ക്ലിഫിൽ കോണ്ടൂർ ലൈൻസ് ക്രോസ് ചെയ്തും കാണാൻ പറ്റും. അതുപോലെ വെർട്ടിക്കൽ ക്ലിഫിൽ ആ കോണ്ടൂർ ലൈൻസ് എല്ലാം കൂടെ യുണൈറ്റ് ചെയ്തിട്ട് ഒരു ലൈനായിട്ട് മാറുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് കോണ്ടൂർ ലൈൻസിൻ്റെ ബാക്കി ക്യാരക്ടറിസ്റ്റിക്സ് കൂടെ നോക്കാം. നമ്മുടെ കോണ്ടൂർ ലൈൻസ് ഒരു ക്ലോസ്ഡ് കോണ്ടൂറായിട്ട് ഫോം ചെയ്തിട്ട് അതിൻ്റെ കോണ്ടൂർ ലൈൻസിൻ്റെ വാല്യൂ ഉള്ളിലേക്ക് പോകുന്നതും ഹയർ വാല്യൂസ് ആണ് ഉള്ളിലെങ്കിൽ അതൊരു ഹില്ലിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കോണ്ടൂർ മാപ്പ് ആയിരിക്കും. അതുപോലെ തന്നെ ഇതുപോലെ ക്ലോസ് കോണ്ടൂർസ് ആണ്, പക്ഷേ അതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നവരും ലോവർ വാല്യൂസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നെങ്കിൽ അതൊരു ഡിപ്രഷൻ ആയിരിക്കും. നെക്സ്റ്റ് കേസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഹില്ലിൻ്റെ കോണ്ടൂർ കാണുവാണ്. പക്ഷെ നമുക്കിപ്പോൾ അതിൽ ആ ഹില്ലിൻ്റെ സ്ലോപ്പ് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോൾ കോണ്ടൂർ ലൈൻസ് 4 അപ്പാർട്ട് ആണെങ്കിൽ അതൊരു ജെൻറ്റിൽ സ്ലോപ്പ് ആയിരിക്കും. അതുപോലെ അത് കോണ്ടൂർ ലൈൻസ് ക്ലോസ് ടുഗദർ ആണെങ്കിൽ സ്റ്റീപ്പ് സ്ലോപ്പ് ആയിരിക്കും. അപ്പോൾ ഇതൊക്കെ തന്നെ എക്സാംസിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പം ആ പോയിൻറ്റ്സൊക്കെ കറക്റ്റായിട്ട് ഓർത്തിരിക്കുക. ലൈൻസ് 4 അപ്പാർട്ട് ആണെങ്കിൽ ജെൻറ്റിൽ സ്ലോപ്പ്, ക്ലോസ് ടുഗദർ ആണെങ്കിൽ സ്റ്റീപ്പ് സ്ലോപ്പ്. അതുപോലെ ഈക്വലി സ്പേസ്ഡ് കോണ്ടൂർ ലൈൻസ് ആണ് നമുക്ക് കാണാൻ പറ്റുന്നെങ്കിൽ അവിടെ ഒരു യൂണിഫോം സ്ലോപ്പ് ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്. പക്ഷേ നമ്മുടെ കോണ്ടൂർസ് ഈക്വലി സ്പേസ്ഡ് ആണ് എങ്കിൽ പോലും അത് സ്ട്രെയിറ്റ് ആൻഡ് പാരലൽ ആയിട്ടാണ് നമ്മൾ കാണുന്നതെങ്കിൽ അതൊരു പ്ലെയിൻ സർഫസ് ആയിരിക്കും. സ്ട്രെയിറ്റ്, പാരലൽ ആൻഡ് ഈക്വലി സ്പേസ്ഡ് കോണ്ടൂർ ആണെങ്കിൽ അതൊരു പ്ലെയിൻ സർഫസ് ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് കാണാനുള്ളത് വാട്ടർ ഷെഡ് അല്ലെങ്കിൽ റിഡ്ജ് ഇൻ്റെ കേസിലുള്ള കോണ്ടൂർ ലൈൻസ് ആണ്. കോണ്ടൂർ ലൈൻസ് എപ്പോഴും വാട്ടർ ഷെഡ് അല്ലെങ്കിൽ റിഡ്ജിനെ ക്രോസ് ചെയ്യുന്നത് റൈറ്റ് ആംഗിളിലായിരിക്കും ക്രോസ് ചെയ്യുന്നത്. അവിടെ നമുക്ക് കോണ്ടൂർ ലൈൻസ് കിട്ടുന്നതെന്ന് പറഞ്ഞാൽ ഹയർ ഗ്രൗണ്ടിലേക്ക് പോകുന്നതോറും കോൺകേവ് സൈഡ് കിട്ടുന്ന യു ഷേപ്ഡ് കോണ്ടൂർസ് ആണെങ്കിൽ അതൊരു റിഡ്ജിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കോണ്ടൂർസ് ആയിരിക്കും. അതുപോലെ വാലിയുടെ കേസിൽ നമുക്ക് ഇത് കോണ്ടൂർ ലൈൻസ് ക്രോസ് ചെയ്യുന്നത് റൈറ്റ് ആംഗിളിലായിരിക്കും. ബട്ട് അവിടെ നമുക്ക് ഹയർ ഗ്രൗണ്ടിലേക്ക് പോകുന്നതോറും കോൺവെക്സ് സൈഡ് കിട്ടുന്ന വി ഷേപ്ഡ് കോണ്ടൂർസ് ആയിരിക്കും നമുക്ക് കോണ്ടൂർ ലൈൻസ് ആയിട്ട് കിട്ടുന്നത്. ഓക്കെ, അപ്പം എൻഡ് ഓഫ് ദ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.